ലോകകപ്പ് ഗ്രൂപ്പുകളെല്ലാം സെറ്റായി. ഇനി കണക്കുകൂട്ടലുകളുടെ നാളുകളാണ്. ഗ്രൂപ്പ് തീരുമാനിക്കപ്പെട്ടതിന് ശേഷമുള്ള പ്രശസ്തരുടെ ചില പ്രസ്താവനകൾ നോക്കാം. ഇംഗ്ലണ്ടിന്റെ കോച്ചായ തോമസ് ടുഷേൽ പറഞ്ഞത് പ്രതീക്ഷിച്ചതിനേക്കാൾ ബുദ്ധിമുട്ടേറിയ ഗ്രൂപ്പാണ് ഇംഗ്ലണ്ടിന്റേതെന്നാണ്. ക്രൊയേഷ്യയും ഘാനയും അതിശക്തരായതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന് ടുഷേൽ പറഞ്ഞു. മൊറോക്കോ വെല്ലുവിളി ഉയർത്താൻ പോന്ന ടീമായതുകൊണ്ട് ബ്രസീൽ ടീമിൽ നെയ്മറിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ബ്രസീലിന്റെ മുൻ താരമായ ഫിലിപ്പെ മെല്ലോ. ഒറ്റക്കാലിലെങ്കിലും നെയ്മറിനെ കളിപ്പിക്കണമെന്നാണ് മെല്ലോ പറയുന്നത്. ഗ്രൂപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ എതിരാളികളെ പ്രശംസിച്ചിരിക്കുകയാണ് അർജന്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണി. അൾജീരിയ നല്ല താരങ്ങളുള്ള ശക്തമായ ടീമാണെന്ന് സ്കലോണി പറഞ്ഞു. ഓസ്ട്രിയ മികച്ച ക്വാളിഫയിങ് ക്യാമ്പയിൻ കടന്നുവരുന്ന ശക്തരാണ്. ജോർദാൻ അർജന്റീനയ്ക്കേറെ പരിചിതമല്ലാത്ത ടീമാണ്. ഒരു മത്സരവും വില കുറച്ചു കാണുന്നില്ല, സ്കലോണി പറഞ്ഞു. അർജന്റീനയ്ക്ക് തന്നെയാണ് 2026 ലോകകപ്പ് നേടാൻ സാധ്യതയെന്ന് പറഞ്ഞിരിക്കുകയാണ് സൗദി അറേബ്യ ടീമിന്റെ കോച്ചായ ഹെർവേ റെനാൾഡ്. സ്പെയിനിനെ തോൽപ്പിക്കാൻ സൗദിക്ക് കഴിയുമെന്നും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ബ്രസീലിനെതിരെ കളിക്കുക എന്നത് എല്ലാവർക്കും ഒരു സ്വപ്നമാണ്, അതൊരു ബഹുമതിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് മൊറോക്കോ മുഖ്യ പരിശീലകനായ വാലിദ് റെഗ്രഗ്വിയാണ്.